ഹലോ ഗായ്സ്, സോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോർട്ട്ഫോളിയോ റിവീലിംഗ് വീഡിയോ തന്നെയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ മാസം റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ജൂലൈ 2025 ഫസ്റ്റ് 1 ജൂലൈ 2025 1 പോർട്ട്ഫോളിയോ ആയിരുന്നു. സോ ഇത് നമ്മൾ റിവീൽ ചെയ്യാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് 2025 പോർട്ട്ഫോളിയോ ആണ്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈ വീഡിയോയിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ റിവീൽ ചെയ്യുന്നത് എന്നുള്ളൊരു കാരണം എന്ന് പറയാം. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് എങ്ങനെയാണ് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾക്ക് ഫോർ റെക്കോർഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ മാസവും നമ്മുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഇടുമ്പോൾ നമുക്ക് രണ്ടെണ്ണം ഗുണം, ഓരോ മാസവും നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും എങ്ങനെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോ വളരുന്നതെന്നും കൃത്യമായും വ്യക്തമായും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. So that is what we are doing. Yeah. So before seeing our portfolio, we can just discuss what are the things happened in July 2025 in Indian stock market. അമേരിക്കയിൽ ട്രംപ് വന്നതോടുകൂടി തന്നെ നമ്മുടെ കഷ്ടകാലം തുടങ്ങിയതാണ്. അതായത് കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് തുടങ്ങി, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. ആ മാസം മുതൽ നമ്മുടെ പോർട്ട്ഫോളിയോ വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. അതായത് നിഫ്റ്റി 50യുടെ വാല്യൂ 26,000 സംതിങ് ആയിരുന്നു ഈ പറയുന്ന സെപ്റ്റംബർ 2024. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ നവംബറിലാണ് നമ്മുടെ ഈ ഇലക്ഷൻ നടന്നത്, ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ. നവംബറിലോ ഒക്ടോബറിലോ എന്താണ് റിസൾട്ട് വന്നത്, അന്ന് തുടങ്ങിയതാണ് നമ്മുടെ പോർട്ട്ഫോളിയോ വീഴാൻ വേണ്ടി. അതിനുശേഷം ഇന്നേ വരെ 26,000 ആ പറയുന്ന 2024 മേക്ക് ചെയ്ത ഹൈയിലേക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇതുവരെ എത്തിയിട്ടില്ല. അതായത് ഇപ്പൊ ഒരു ഓഗസ്റ്റ് മാസമായില്ലേ, അപ്പം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് നെഗറ്റീവ്സ് ആണ് റിട്ടേൺസ് എന്ന് പറയുന്നത്. അത് 0% പോയിട്ട് -1 or 2% ആണ് അവരുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ. ഈ സമയത്ത് നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ എല്ലാ യൂട്യൂബേഴ്സും പറയുന്നേക്കാം 10,000 രൂപ വെച്ചിട്ട് 10 മാസം വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15% റിട്ടേൺസും കൂടെ നമുക്ക് വെച്ച് നോക്കാമെന്നൊക്കെ. ഈ പറയുന്ന 15% റിട്ടേൺസ് ഒക്കെ കിട്ടുമോ എന്ന് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഗൈസ് ആക്ച്വലി. അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നാണ് എനിക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത് തന്നെയാണ് യഥാർത്ഥ ഡേറ്റയും. ഈ പറയുന്ന 15% റിട്ടേൺസ് ഒന്നും ഒരിക്കലും പറ്റില്ല. നമുക്കൊരു 10% 2-3 വർഷം കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടെ മേക്കപ്പ് ചെയ്ത് 10% ആവറേജ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ഇത് ജസ്റ്റ് പ്രതീക്ഷ മാത്രമാണ്. പക്ഷെ ഇതിനകത്തുള്ള ഒരു റിസ്ക് എലമെന്റും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കും. എത്ര റിസ്ക് ആണുള്ളത്. ഇത് നമ്മൾ ഇതിനകത്ത് കാശ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 2 വർഷത്തേക്കെങ്കിലും എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പം ഈ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ക്യാഷ് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു സ്ഥിതിയിലാണുള്ളത്. കാരണം എന്താണ്, മാർക്കറ്റ് എല്ലാ വർഷവും സീക്വൻസ് ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടല്ല വളരുന്നത്. ചിലപ്പോൾ ഇനി 3 വർഷം കഴിയുമ്പോഴായിരിക്കും ഈ പറയുന്ന 2 വർഷത്തെ വളർച്ച ഒറ്റയടിക്ക് ഒരു 20% കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. വി ഡോണ്ട് നോ. സോ അത്ര അൺസർട്ടനിറ്റിയാണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്. സോ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആണ്. കാരണം അവരിങ്ങനെ ആലോചിക്കുമല്ലോ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇരുന്ന കാര്യം മുഴുവൻ നെഗറ്റീവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് അങ്ങനെ അവരുടെ ഒരു മോട്ടിവേഷനും കൂടെ പോകാനാണ് ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ നമ്മൾ എന്തെല്ലാം വിശ്വസിക്കുന്നത്, വി ആർ ബിലീവിങ് ഇൻ ഇന്ത്യസ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അതുകൊണ്ട് ഇപ്പൊ ഈ 1-2 വർഷമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അൾട്ടിമേറ്റ്ലി ഇൻ ദ ലോങ് ലുക്കില് എന്താണെങ്കിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വളരും എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയുടെ പേരിലാണ് ഇന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ആ നേരത്തെ പറഞ്ഞ ഡിമോട്ടിവേഷൻ ഉണ്ടല്ലോ, ഈ നെഗറ്റീവ്സ് ഉണ്ടല്ലോ, ആ നെഗറ്റീവ്സിനൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അതിനൊക്കെ പോസിറ്റീവായിട്ട് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വീഡിയോ കഴിഞ്ഞ് ഒക്ടോബർ തൊട്ടാണ് തുടങ്ങിയത്. ആ മാസം തൊട്ട് നിങ്ങൾക്കറിയാം, ഓരോ മാസം ഞാൻ വീഡിയോ ഇടുമ്പം പുതിയ 2-3 സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള ഒരൊറ്റ സ്റ്റോക്ക് പോലും 1-2 കാണും. എന്നാലും 1-2 സ്റ്റോക്ക് വെച്ചത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്റ്റോക്കും നഷ്ടത്തിലാണെന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്നതാണ്. എല്ലാ സ്റ്റോക്കും നഷ്ടത്തിലാണ്. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പം ഇങ്ങനെ എഫ് ഡി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വരെ നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. കാരണം
എല്ലാം നഷ്ടത്തിൽ. എവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത് നഷ്ടത്തിലായിരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ മറ്റൊരു ഏജൻസി തുടങ്ങിയാലോ എന്ന് വരെ ആലോചിച്ചു പോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയെ അവരുടെ കോമ്പറ്റീറ്റേഴ്സിന് ആ കമ്പനിയിൽ നഷ്ടത്തിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്നെ സമീപിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടുകൂടി ആ കമ്പനി നഷ്ടത്തിലാകും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് ഞാൻ പറയാം. അതാണ് എൻ്റെ 1-2 വർഷത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ചരിത്രം എന്നെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ആ ഒരു വസ്തുത മനസ്സിലാച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ മാസത്തെ പോർട്ട്ഫോളിയോ കാണാം. Let me share my screen. Okay. Okay, കാണുന്നുണ്ടല്ലോ. So this is the ജൂലൈ ഫസ്റ്റിന്റെ വീഡിയോ ആണ്. അന്നത്തെ നമ്മൾ ഇൻവെസ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 17,35,101 രൂപയായിരുന്നു. സോ നമുക്ക് ഒക്ടോബർ മാസത്തിൽ കാണാം ഇൻവെസ്റ്റഡ് എമൗണ്ട് 18,35,000 രൂപ. അതായത് നമ്മൾ 1 lakh റുപ്പീസാണ് നമ്മൾ ജൂലൈ മാസത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. 1 lakh റുപ്പീസ്, 1 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. എല്ലാം താഴ്ന്നുകൊണ്ടിരിക്കും. താഴ്മ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു ഇൻവെസ്റ്റ്, സോ വി ഹാവ് ടു ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊണ്ടിടുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഉപകാരം എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയല്ല, അങ്ങനെ കഴിഞ്ഞ 1 വർഷമായിട്ട് ഒരു റിട്ടേൺസ് ഇല്ല. വല്ലപ്പോഴും 2 IPO കിട്ടിയിട്ട് അതിൻ്റെ ഒരു 2,000 രൂപയൊക്കെ കിട്ടുന്ന ആകെയുള്ള ലാഭം. അല്ലാതെ ഇതിന്റെ റിട്ടേൺസ് കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ഇടുന്ന എല്ലാ കമ്പനി നഷ്ടത്തിലാണ്. I don't know what the hell is that. സോ നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളിലൂടെയും കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് പോയി നോക്കിയിട്ട് ഓക്കെ. സോ 12,30,000 രൂപയാണ് നമ്മുടെ മതി. സ്റ്റോക്സ് 5 പൈസ നഷ്ടത്തിൽ, CG പവർ നഷ്ടത്തിൽ, PMS ലിമിറ്റഡ് നഷ്ടത്തിൽ, എഞ്ചിനീയേഴ്സ് ഇന്ത്യ. ഈ എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ പ്രത്യേകമാണ് എനിക്ക് ദേഷ്യം വരുന്നത്. കാരണം ഞാൻ 30,000 ഈ 40,000 ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഇത് 1% ലാഭത്തിലായിരുന്നു. അത് കഴിഞ്ഞ് 40,000 ആയെന്ന് അറിഞ്ഞതോടെയാണ് ഇത് താഴ്ന്ന് 9% നഷ്ടത്തിലായിരിക്കുന്നത്. ഓക്കെ, 10 IDFC Crystal നഷ്ടത്തിൽ, ഇൻഡിഗോ പെയിന്റ്സ് നഷ്ടത്തിൽ, IOC നഷ്ടത്തിൽ, ITC നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത് തുടങ്ങിയ കമ്പനിയാണ്. ഇതാണ് ഇവിടെ ഒരു പ്രത്യാശം കേട്ടോ. നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഇത് ലാഭത്തിലാണ്. പക്ഷെ ഈ കമ്പനി താഴ്ന്ന് എപ്പോഴാണെന്ന് ഞാൻ ഇപ്പോഴേ പറയാം. ഞാൻ ഇതിനകത്തൊരു 30,000-40,000 രൂപ ആയിട്ടുണ്ടെങ്കിൽ ഈ ITC 40,000 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് ഈ കമ്പനി ഒരു 10% താഴും. നിങ്ങളതൊന്ന് എഴുതി വെച്ചോളൂ. ITCയുടെ വാല്യൂ അന്ന് ഇടിക്കുന്നതായിരിക്കും ഗൈസ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ലായിരുന്നല്ലേ. ഓക്കെ, ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ 5 പൈസ നഷ്ടത്തിൽ, CG പവർ നഷ്ടത്തിൽ, EMS ലിമിറ്റഡ് നഷ്ടത്തിൽ, എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. 9% നഷ്ടത്തിലാണ്. IDFC Crystal, ഇൻഡിഗോ പെയിന്റ്സ്, IOC, ITC. ഈ ITC കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 50,000 ഇൻവെസ്റ്റ് ചെയ്യുന്നതോടെ ഈ കമ്പനി നഷ്ടത്തിലായിരിക്കുന്നത്. ആ ഒന്നാണ്. പിന്നെ GM ഫിനാൻഷ്യൽ 1% എന്തൊക്കെ വർദ്ധിക്കുന്നു. സോ ഹാപ്പി ടു സീ ദാറ്റ്. നമുക്ക് എല്ലാം ഇടാം. പിന്നെ JWL ഇതേ അവസ്ഥ തന്നെയാണ്. JWL ഞാൻ 50,000 രൂപ ആകുന്നതിന് വലിയ ലാഭത്തിലായിരുന്നല്ലേ. 50,000 രൂപ പൂർത്തിയായ അന്ന് ഇത് 10% ഇടുന്നതാണ്. 11-12% ഇത് ഇതാണ്. പിന്നെ വിൽക്കുന്നത് കാലം കുറെ ഇപ്പോഴും നടക്കുന്നില്ല. പിന്നെ നമ്മുടെ LIC ഉണ്ട്, അത് നഷ്ടത്തിലാണ്. ഇതൊക്കെ എങ്ങനെയാണ് നഷ്ടത്തിലായത്? മാക്സിമം മാത്രമുണ്ട് പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് 32,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നാപ്റ്റോ ഫാർമ നഷ്ടത്തിൽ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കാണുന്ന നഷ്ടത്തിലായ സ്റ്റോക്കാണ് നാപ്റ്റോ ഫാർമ. MCC നഷ്ടത്തിൽ, NHBC കുറച്ച് ലാഭത്തിലുണ്ട്, പക്ഷെ അത് നമുക്ക് 32,000 മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നിതിൻ സ്പിന്നേഴ്സ് നഷ്ടത്തിൽ. പിന്നെ നിതിൻ സ്പിന്നേഴ്സ് ഈ 46,000 ആവുന്ന വരെ ലാഭത്തിലായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ചെയ്തിട്ടുള്ളത്. ട്രംപ് 50% കൊണ്ട് താരിഫ് പ്രഖ്യാപിച്ചില്ല. ഇയാൾക്ക് താരിഫ് പ്രഖ്യാപിക്കാനുള്ള സമയം പോട്ടെ. പിന്നെ NTPC കുറെ കാലമായിട്ട് നഷ്ടത്തിലാണ്. കുഴപ്പമില്ല. പവർ ഗ്രിഡ് വർഷമായ നഷ്ടത്തിൽ. പാൽ ഇൻഡസ്ട്രീസ് സെയിം അവസ്ഥയാണ്. പാൽ ഇൻഡസ്ട്രീസ് ഞാൻ 48,000 രൂപയായി അന്ന് തൊട്ട് താഴെ തുടങ്ങിയതാണ് ഈ സ്റ്റോക്ക്. ഇപ്പം ഞാനിപ്പോൾ കാണിക്കുന്ന ഓഗസ്റ്റ് 1 ഓഗസ്റ്റ് 15 ആയപ്പോഴത്തേക്കും എനിക്ക് 15% താങ്ങിയിരിക്കുന്നത്. ഞാനിത് പറയുന്നത് അതായത് സെപ്റ്റംബർ 1 വേണ്ടിയിട്ട് നമുക്കത് കാണാം. പിന്നെ RBI നഷ്ടത്തിൽ അല്ലെങ്കിൽ അത് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ എന്റെ Q1 റിസൾട്ട് 2025 Q1 റിസൾട്ട് വന്നു വളരെ നഷ്ടത്തിലാണ് കമ്പനി. പക്ഷെ ഓക്കെ, സമ്മാൻ ക്യാപിറ്റൽ
നഷ്ടത്തിൽ. ടാറ്റ മോട്ടോഴ്സ്, ഉഫ്, ടാറ്റ മോട്ടോഴ്സ് 1100 മേടിച്ച ടാറ്റ മോട്ടോഴ്സ് ഇപ്പം 500-600 രൂപ വിൽക്കുന്നത് എന്തൊരു ദുഃഖമുള്ള കാര്യമല്ല. ഇപ്പൊ ടാറ്റ പവർ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ, കയറുന്നില്ലെങ്കിൽ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. അത് ടാറ്റ സ്റ്റീൽ തട്ടിമുട്ടി 2 ശതമാനത്തിനിപ്പുണ്ട്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് 26% ലാഭത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം. ഞാനത് പിന്നെ വിൽക്കാമെന്ന് വിചാരിച്ചിട്ട് 50,000 ഉണ്ടായിരുന്നതിന്റെ പകുതി 60,000 രൂപ അങ്ങാണ്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ആയിരുന്നു. എന്റെ പകുതി വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് 25% ലാഭം കാണിച്ചുകൊണ്ടിരുന്നതാണ്. അതാണ് ഇപ്പം 15% ലാഭം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്യണം. പിന്നെ യൂണിയൻ ബാങ്ക് ഈ ലാഭത്തിൽ ഒന്ന് വിൽക്കാൻ മതിയായിരുന്നു, പക്ഷെ ഞാൻ വിറ്റില്ല. ഞാൻ കുറച്ച് വീഡിയോ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അതെ ഞാൻ ഇത് കുറച്ച് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് വേണ്ടത് കിട്ടി. 15% ലാഭത്തിലേക്ക് എനിക്ക് പോയിട്ടുണ്ട്. പിന്നെ വിപ്രോ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. വിപ്രോ പിന്നെ നമ്മുടെ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട്, ബന്ധൻ, ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കറന്റ് പോകുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഇതൊക്കെ ഇതിനകത്ത് ഈ 1,00,000 ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ബാക്കി ഫണ്ട്സ് ആണ് ഇപ്പോൾ നമ്മൾ കറന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ അവസ്ഥ. സോ what we are doing is we are just believing that Indian stock markets will rise in the future. It's a developing country. ഇപ്പം നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരൊറ്റ കയറ്റം വേറും പറ്റില്ല. മാർക്കറ്റ് ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ ഫോർ ഷോർട്ട് ടൈം എന്ന് പറയുന്നത്. സോ ഞാൻ 2022 വന്നത്. 2022 തൊട്ട് 2024 വരെ മാർക്കറ്റ് ഈസ് ഗോയിങ് ഓൺലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, പോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഇത് താഴാൻ വേണ്ടി തുടങ്ങിയത്. So it's all right. So we are utilizing this opportunity to grab more stocks. അതിനനുസരിച്ച് ആർ ഡി സെയിൽസ് നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, കൂടുതൽ പോയി മേടിക്കും. സോ ജസ്റ്റ് ലൈക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആർ ഡി സെയിൽ ഈസ് ഗോയിങ് ഓൺ. സോ ആർ ഡി സെയിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആർ ഡി സെയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എത്ര വർഷം അത് കണ്ടിന്യൂ ചെയ്യുന്ന അറിയില്ല. സോ അത്രയും വിൽക്കും നിൽക്കുന്നില്ലെങ്കിൽ ഇപ്പം മേടിച്ചാൽ ഇരട്ടി മേടിക്കാം എന്നാണ് പറയാനുള്ളത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനി നഷ്ടത്തിലാകണം, നിങ്ങൾ ഏതെങ്കിലും കമ്പനിയുടെ കോമ്പറ്റീറ്റർ ആണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ടാറ്റ മോട്ടോഴ്സിന്റെ കോമ്പറ്റീറ്റർ ആണ് മഹീന്ദ്ര. സോ മഹീന്ദ്രക്കാര് പറയുകയാണ് ടാറ്റ മോട്ടോഴ്സ് എന്നോട് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഇടിഞ്ഞു കിടന്നു പോകും. സോ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് തകർന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് പറയുക, എന്നെ സമീപിക്കുക. ഞാൻ ആ കമ്പനിയിൽ കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതോടുകൂടി ആ കമ്പനിയുടെ അധോഗതി നിങ്ങൾക്ക് കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിക്ക് പ്രയോജനം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഏതെങ്കിലും മുതലാളിമാർ, ഏതെങ്കിലും സിഇഒമാരൊക്കെ മറ്റു കമ്പനികൾ തകർന്നു പോകുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ സമീപിക്കുകയും ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കും. സോ ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി എന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെയൊക്കെ നഷ്ടത്തിലാണെങ്കിലും എല്ലാവരും ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ, പ്രത്യേകിച്ച് യങ് ഏജ് ആയിട്ടുള്ളവരെല്ലാവരും കാശ് ഇടുക. 50 വയസ്സ് വരെ യങ് ഏജ് തന്നെയാണ് കേട്ടോ. 50 വയസ്സ് വരെയുള്ള എല്ലാവരും കാശിട്ടുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളൊരു ബെറ്റർ. ഓക്കെ, ഗുഡ് ബൈ.